20.4% കണ്ണൂർ. രണ്ടാമത്തേത് 16.7% തിരുവനന്തപുരത്ത്. 3 പാലക്കാട് 15%. 4 എറണാകുളം 11.4%. ബാക്കിയൊക്കെ നോക്കിയേ. 3.9, 2.4, 5.5, 1.4, 4.5. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ച്. ഇത് അരിയേഴ്സാണ്. സംസ്ഥാന ഗവൺമെന്റിന് ലോൺ റീപേയ്മെന്റിലുള്ള സംസ്ഥാന ഗവൺമെന്റ് കിട്ടാനുള്ള പൈസയാണ് കാണിച്ചിരിക്കുന്നത്, പണ്ട് മുതലേ ഉള്ളത്. പിന്നെ സോഷ്യൽ സെക്ടറിലേക്കുള്ള ഓരോ സ്പെൻഡിങ് ഇപ്പം നോക്കിക്കോ. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സർവീസ്, കൃഷിക്ക് വേണ്ടി 2015-16 6.19 ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് 3.20 2.97% കൃഷിയുള്ളത്. 15-ൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പെർസെൻറ്റേജ് കൃഷിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക പകുതിയായി കുറഞ്ഞു. റൂറൽ ഡെവലപ്മെന്റ് 11.10 ഉണ്ടായിരുന്നത് 5.97 സഹകരണം 0.46 0.10 ഇറിഗേഷൻ എല്ലാം കുറഞ്ഞു. പവർ 4.7 അത് മാത്രമാണ് കൂടിയിരിക്കുന്നത്, പവറിന്റെ മാത്രം. ബാക്കി എല്ലാം കുറവാണ്. ഇതാണൊരു ചിത്രം. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 20,500 കോടി രൂപയുടെ പ്രശ്നം, 48,000 കോടി രൂപയുടെ ബാധ്യത, മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിന്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. ഏതാ? അല്ല, അത് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ആ 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇല്ല. പ്ലാനിൽ പെടാത്ത തുകയുടെ എക്സ്പെൻഡിച്ചർ കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ചേർക്കാൻ പാടില്ല. അത് ഈ കിഫ്ബിയിലെ KSRTC മറ്റ് തുകകൾ, പെൻഷൻ ഫണ്ടിന്റെ ഒക്കെ പൈസ ഇതിനോട് ചേർത്തേക്കുക. ഫിനാൻസ് പോലും അറിയാതെ ചേർത്തേക്കുവാണ്. അല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറികടക്കണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ആ മാർഗങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഞാൻ ആദ്യം പഠിക്കും. അത് പഠിച്ചിട്ട് അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അല്ലല്ല, അത് വേറെ സംവിധാനം ഉണ്ടാക്കും. KSRTC അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ കുറച്ചുകൂടി സെൽഫ് റിലയന്റ് ആക്കാനാണ്. സ്വയം പര്യാപ്തമാകാനുള്ള ശ്രമങ്ങൾ നടക്കും. കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഇപ്പൊ എന്തായാലും ഇല്ലല്ലോ. ഇപ്പൊ ഈ 14,000 കോടി കിട്ടില്ലല്ലോ. വേണ്ടെന്നാണ് അവർ ശുപാർശ കൊടുത്തേക്കണത്. അല്ല, ആളുകൾ, ജീവനക്കാരായിട്ടുള്ള ആളുകൾ, സംഘടനകളൊക്കെ ശുപാർശ തന്നിട്ടുണ്ട്. ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അതായത്
അവർ പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടണത്? GST ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ളത്. അത് വാറ്റു 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനാണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കാര്യത്തിലത്തെ ഒരു എമൗണ്ട് ആണത്. അല്ലല്ലോ, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അപ്പൊ ഈ 55,000 കോടി 5 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റ് കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്താണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് അതില്ല. അപ്പോഴോ എവിടെയാണ്, ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് പറഞ്ഞാൽ? ഏത് ഭാഗത്താണ് അങ്ങനത്തെ ഒരു വെള്ളപൂശൽ? എവിടെയാണുള്ളത്? ഇതൊക്കെ ഈ ക്ലീഷേ വന്ന കുറെ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീഷേ വന്ന കുറെ വാചകങ്ങളാണ്, കുറെ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള കണക്കാണ്, റിയൽ കണക്കാണ്. അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീഷേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ? കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. അല്ല, അതല്ലല്ലോ പറഞ്ഞത്. അതിപ്പോ എല്ലാ കാലത്തും നഷ്ടത്തിലല്ലേ? അല്ല, എല്ലാം കൂടി ചോദിക്കല്ലേ. ഞാനിപ്പോ ആദ്യം ചോദിച്ചതിന് മറുപടി പറയാം. KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു, പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിന്റെ 4/1 തുക കൊടുക്കണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിക്കാൻ. 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ 3,000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് സർക്കാർ കൊടുത്ത സഹായത്തിന്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പൊ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചെലവ് കൂടുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറെ കൂടെ സെൽഫ് റിലയന്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊക്കോട്ടെ, ഇതിങ്ങനെ പൊക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിന്റെ രീതി ചെയ്യണം. അല്ല, അതൊക്കെ ഒരു പോളിസി മാറ്ററാണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ. അല്ലെന്നേ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെന്റ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് കേപ്പബിൾ അല്ല. എല്ലാ ഗവൺമെന്റുകളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ചില കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഗവൺമെന്റിന്റെ ജോലി ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. വേറെ സൗകര്യങ്ങൾ ആളുകൾക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് സംരംഭങ്ങൾ കൊണ്ടുവരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ്. ഗവൺമെന്റ് മുടക്കുന്ന പൈസ ഗവൺമെന്റിന് 3 കൊല്ലത്തിനും 5 കൊല്ലത്തിനിടയിൽ തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പോളിസി. ഇതൊക്കെ ഞാൻ പറഞ്ഞ കുറെ വാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാഗ്നന്റായി കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. നമ്മൾ ഈ പൊതുജനത്തിന്റെ പണം, നിങ്ങളത് ആലോചിക്കണം, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെന്റ് കൊണ്ടത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയാണ്. നമ്മൾ അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.